നമ്മുടെ വിദ്യാലയങ്ങൾ ഫർണസുകളാണോ? ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് വിദ്യാർത്ഥികളോടാണ്. അങ്ങനെ ഒരു സർവേ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും മറുപടി പറയുക? ഫർണസുകളാണ് എന്ന് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പറയും. കാരണം കുഞ്ഞുങ്ങളിപ്പോൾ അങ്ങനെയാണ്. അത് ഗവൺമെന്റ് എന്നില്ല, മാനേജ്മെന്റ് എന്നില്ല. CBSE കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് വേറൊരു തലമാണല്ലോ. ഗവൺമെന്റ് സ്കൂൾ സെക്ടറിലേക്ക് ഇപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് മാനേജ്മെന്റ് തലത്തിലേക്ക് വരികയാണെങ്കിൽ, ഏത് സെക്ടറും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ളതാണ്. അവരെ കുറെ പഠിപ്പിച്ച് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും പഠിച്ച് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ആക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് 90s-ലെയും 80s-ലെയും 70s-ലെയും കിഡ്സിനെ അപേക്ഷിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് GK എന്ന് പറഞ്ഞ സംഭവമുണ്ടോ? ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ ലജ്ജിച്ചു പോയൊരു സംഭവം ഉണ്ടാണ്. ഒരിക്കൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ നമ്മൾ കൊച്ചിയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചപ്പോൾ സിനിമാ നടനല്ല, ഹിന്ദി സംവിധായകന്റെ പേരാണ് കോളേജ് വിദ്യാർത്ഥിനികൾ പറഞ്ഞത്. ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ആ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാത്രമല്ല. അവരോട് ചോദിച്ചപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ അവർ ഡിഗ്രി ഗോയിങ് ആണ്, ഓൺ ഗോയിങ് ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, ഫൈനൽ സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നു. അത്രയും പേര് എത്തിയിട്ടും നമ്മുടെ രാഷ്ട്രപിതാവിനെയോ അദ്ദേഹത്തിന്റെ ഫോട്ടോയോ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പേര് ചോദിച്ചാൽ ഇവർ എന്ത് പറയും? ബബ്ബ എന്ന് മാത്രമേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസം. ആരും കേമന്മാരായിട്ടല്ല ജനിക്കുന്നത്. നമ്മൾ കേമന്മാരാകുന്ന വളർന്നാണ്. നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയാണ് ഓരോ രാജ്യത്തിന്റെയും പൗരന്മാരുടെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് 10ാം തരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ അന്ന് സ്കൂളിൽ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ PG ഉള്ളവരെയൊക്കെ സ്കൂളിൽ കോളേജിൽ സാർമാരാക്കി എടുക്കുമായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അന്ന് അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായം. ആഴങ്ങളിലുള്ള പഠനം ഉണ്ടായിരുന്നു, അത് പല കാര്യങ്ങൾ കൊണ്ടും. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്താണ്? എന്നാൽ എടുത്തു കളയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന പോലെ തമാശയ്ക്കാണെങ്കിലും ട്രോളാണെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്, സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ എന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അരി മേടിക്കാൻ പറ്റുമോ ഇത് പഠിച്ചുകൊണ്ട്? ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ മാത്സ് ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് പോട്ടെ, അത് മാറ്റുന്നത് അത് ഭാഷയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഫിസിക്സ് ക്ലാസ്സിലും ഈ പറയപ്പെടുന്ന കെമിസ്ട്രി ക്ലാസ്സുകളിലും ബയോളജിയും അവിടെ നിൽക്കാം. അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അത് പിന്നെയും പ്രയോജനമാണ്. പക്ഷെ ചില സബ്ജക്റ്റുകളിൽ ചില പേജുകൾ അല്ലെങ്കിൽ ചില അധ്യായങ്ങൾ ഇന്നും നമുക്ക് അറിഞ്ഞുകൂടെ എന്തിനായിരുന്നു നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് പഠിച്ചത്? അത്ര ടഫ് സബ്ജക്റ്റിലൂടെ നമ്മൾ കടന്നുപോയി അത് ജയിക്കണമെന്ന് മുട്ടുപ്പായ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ട് പോലും ഇന്നും നമുക്ക് അതിന്റെ ഇക്വേഷൻസ് ചോദിച്ചാൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളും, ഇന്നും അറിയാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ മക്കൾ ചോദിച്ചാൽ പോലും നമുക്ക് അന്നും എനിക്കിത് പാടായിരുന്നല്ലോ, ഇന്നും എനിക്ക് അറിയില്ലല്ലോ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ട സമയമൊക്കെ പണ്ടേ അതിക്രമിച്ചു. പിന്നെ പരിഷ്കരണം എന്ന പേരിൽ ഇന്ന് നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളെ അവർ പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ് പറയുന്നത് കുഞ്ഞുങ്ങളെ സ്വയം പ്രാപ്തരാക്കുന്നത്. എന്ത് പ്രാപ്തരാണ്, അല്ലെങ്കിൽ എന്ത് പ്രാപ്തരാക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇന്ന് നമ്മുടെ സ്കൂളുകൾ ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസം അമൂല്യമായി മാറുന്നത്? ആ കുട്ടിക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴും ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു വീഴാതെ, ഇവൻ തന്റെ അച്ഛന്റെ ജോലിയില്ലെങ്കിലും അമ്മയുടെ ജോലിയില്ലെങ്കിലും എനിക്ക് ഇന്നത് ചെയ്ത് ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ട്, അത് ഇന്നത് അങ്ങനെ എന്റെ യുക്തി ഉപയോഗിച്ചത് ഡെവലപ്പ് ചെയ്ത് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാമെന്ന് ഒരു കുഞ്ഞിന് ചിന്തിക്കാനുള്ള എന്ത് വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ നരകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ ഫർണസുകളിൽ ഇരിക്കുന്ന പോലെ വീർപ്പുമുട്ടിയാണ് ഓരോ കുഞ്ഞുങ്ങളും അതിനകത്തിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്ത പെൺകുട്ടി. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഡാൻസും പാട്ടും ഒക്കെ സ്കൂളിൽ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ശരി, നല്ലത് തന്നെ. കുഞ്ഞുങ്ങളെ റിലാക്സ് ചെയ്യേണ്ട, അതായത് ആദ്യമേ കയറി ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിയുമ്പോൾ, ഒരു ഉച്ചവരെയുള്ള ക്ലാസ്സുകൾ കഴിയുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ട് അതൊക്കെ സർക്കാരിന് നല്ലൊരു നടപ്പിലാക്കേണ്ട പദ്ധതി. ഒന്നെങ്കിൽ വരയോ അല്ലെങ്കിൽ പാട്ടോ ഡാൻസുകളോ. അപ്പൊ സുംബ ഡാൻസ് ഗവൺമെന്റ് ഏറ്റവും അധികം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇപ്പൊ കൊണ്ടുവന്നൊരു രീതിയാണ് സുംബ ഡാൻസ്. അതിപ്പോ പറയാൻ കാരണം, ഏറ്റവും അധികം വിമർശനങ്ങൾ നേറ്റ ഒരു ഡാൻസ് രൂപം അത് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനാണ് വിമർശനം നിൽക്കുന്നത്. വിമർശനങ്ങൾ ചുമ്മാ വെറുതെ ഒരു വിമർശനമല്ല കേട്ടോ. അരക്കെട്ടിളക്കി ആണും പെണ്ണും കാണിക്കുന്ന കൂത്താട്ടം എന്നൊക്കെയാണ് മത പുരോഹിതന്മാർ പറയുന്നത്. ചില കമ്മ്യൂണിറ്റിയിലെ മതപുരോഹിതന്മാർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ വിസ്ഡം പോലെയുള്ള വിസ്ഡം ടീമുകൾ, വിസ്ഡം വാലുശ്ശേരി ടീമുകളൊക്കെ പറയുന്നത്, അവര് പറയുന്നതാണ് ഇതൊക്കെ. അവരൊരിക്കൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് ഏറ്റവും വലിയ ഗതികേടാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ക്ഷേത്രപ്രവേശനം ഏറ്റവും വലിയ തോന്നിവാസം, ക്ഷേത്രത്തിൽ കയറുന്നത് വേശ്യാലയങ്ങളിൽ കയറുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്കാരങ്ങളുള്ള ആൾക്കാർ, ഇത് ക്ഷേത്രത്തെ പറഞ്ഞത് കൊണ്ടല്ല നമ്മൾ ഇത് പറയുന്നത്, കാരണം ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്, ഇവരുടെ ചിന്താഗതി. എന്നാൽ ഈ വിസ്ഡം ടീമുകൾ തന്നെ മയക്കുമരുന്നിനെതിരെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. അപ്പോ അവരെങ്ങനെയാണ് മയക്കുമരുന്നിനെതിരെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ചോദിച്ചാൽ, മത തീവ്രവാദത്തെക്കാളും മതസ്പർദ്ധയെക്കാളും വലിയ ഒരു മയക്കുമരുന്ന് ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മയക്കുമരുന്നിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ പിന്നെയും നമുക്ക് മോചിപ്പിക്കാം ജനത്തെ. പക്ഷേ ഈ മതസ്പർദ്ധ
അത് വല്ലാത്തത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതൊക്കെ അനുകൂലിക്കാൻ സാധിക്കുക അല്ലേ? തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അവരുടെ ലോകം, അവരുടെ മനസ്സ് ഇറുകിയതാണ്, അല്ലെങ്കിൽ ചുരുങ്ങിയതാണ്. അവർക്ക് വിശാലമായി ചിന്തിക്കാൻ സാധിക്കില്ല. ഇന്ന വേഷം വേണമെന്ന് ഒരു സ്കൂളുകളിലും നിഷ്കർഷിക്കുന്നില്ല. അത് പ്രത്യേകിച്ചും മന്ത്രി പറയുന്നുണ്ട്, മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട്. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. അതൊരു ഒരു ലൈറ്റനിങ്, നമ്മുടെ ഹൃദയം ഒന്ന് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫർണസിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് പരീക്ഷാ പേടി? നമുക്ക് ഇപ്പോഴറിയാം. വലിയ വലിയ എക്സാംസ് എടുക്കുമ്പോൾ മിക്ക പത്രത്തിന്റെ നമ്മൾ പത്രം വായിക്കുന്നതാണ്, നമുക്ക് അറിയാൻ പറ്റും. പരീക്ഷാ പേടിയുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിലെ പോലല്ല. ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കയറി കഴിയുമ്പോൾ 10ാം ക്ലാസ്, ഈ 2 വർഷം കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാ, നീ 3 വർഷം കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന പാരന്റ്സും കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന അധ്യാപകരും. സ്കൂളുകൾ പഠിപ്പിക്കുന്നത് 100% വിജയം. ഇപ്പോഴേ പറഞ്ഞ തല്ലി പഠിപ്പിച്ചാലേ 100% വിജയത്തിലേക്ക് എത്തുള്ളൂ. പക്ഷെ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് ഇറക്കണമെന്ന് ആ കുഞ്ഞു പറഞ്ഞതിലൂടെ, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നതിലൂടെ വേണം അടുത്ത ഓരോ ഗുരുവും ആ സ്കൂളിലേക്ക് ചേരേണ്ടതെന്ന് എന്തുകൊണ്ടാണ് മാനേജ്മെന്റുകളും സർക്കാരും ചിന്തിക്കാത്തത്? അവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത്. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും പുറത്തിറങ്ങി കഴിയുമ്പോൾ പറയണം, ഈ സ്കൂളിൽ ചേര്, നമുക്ക് അടിപൊളിയാടാ, പഠിക്കാൻ നിനക്ക് പഠിത്തത്തോട് ഒരു വെറുപ്പ്. ഒരു കുഞ്ഞ് ആ സ്കൂളിൽ ബെല്ലടിക്കുമ്പോൾ സന്തോഷത്തോടെ കയറുകയും സ്കൂളിൽ നിന്ന് ബെല്ലടിക്കുമ്പോൾ വേദനയോടെ പുറത്തിറങ്ങുകയും ചെയ്യുമ്പോഴാണ് ആ വിദ്യാഭ്യാസം സംസ്കാര സമ്പന്നമാകുന്നത്, സന്തോഷമുള്ളതാകുന്നത്. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അങ്ങനെയാണ് മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അന്നും ഇന്നും, അതായത് 60കൾ എടുത്തു നോക്കിയാലും 2025 നോക്കിയാലും സ്കൂൾ ബെല്ല് അടിക്കുമ്പോൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. വീട്ടിലേക്ക് പോകാനുള്ള ആനന്ദം കൊണ്ടായിരിക്കണമെന്നില്ല. എല്ലാ വീടുകളും പണ്ടത്തെ പോലെ സന്തോഷകരമായ വീടുകളൊന്നും അല്ല. ആരുമില്ലാത്ത വീടുകളുണ്ടാവും. കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ആയമാര് മാത്രം ഉണ്ടാവാം, അമ്മമാരും അച്ഛന്മാരും പണിക്ക് പോയിട്ടുണ്ടാവും. അവർ ഒറ്റയ്ക്ക് വീട് തുറന്ന് കയറിയിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അന്ന് അവിടെ ട്യൂഷന് പോകേണ്ട കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ അയൽ വീടുകളിൽ പോയിരിക്കുന്ന കുട്ടികളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഓടി വരികയാണ്, അമ്മയും അച്ഛനെയും കാണാൻ ഓടി വരുന്ന കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്കൂളിൽ നിന്ന് പോരുന്നതിൽ അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? സ്കൂളുകൾ ആശ്വാസകരമല്ലാത്ത, സന്തോഷകരമല്ലാത്ത അന്തരീക്ഷത്തിൽ നടത്തുന്നത് കൊണ്ടാണ്. കുറച്ചധികം സ്കൂളുകൾ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ ഒരു പങ്ക് വളരെ മാറ്റങ്ങളുടെ ഒരു കൊടി പിടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട്, പ്രത്യേകിച്ചും സിലബസുകളിലെ മാറ്റങ്ങൾ, അതായത് ഒരു കഥ തന്നിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എഴുതാനും കാണാപ്പാഠം പഠിക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിലെ സിലബസുകൾ സമ്മതിക്കില്ല. പ്രത്യേകിച്ചും തുടക്കം ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുന്നോട്ടും അങ്ങനെ തന്നെയാണെന്നാണ് നമ്മുടെ ഒരു അറിവ്. കുഞ്ഞുങ്ങൾ തനിയെ ഡെവലപ്പ് ചെയ്ത് തരുന്ന എല്ലാ കാര്യം നല്ലത് തന്നെ. പണ്ട് ഈ പറയുന്ന പോലെ വായിലോട്ട് വെച്ച് കോരിത്തരുമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കണം. കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയല്ലല്ലോ മാറേണ്ടത്. പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ വേണ്ട. എത്രയോ കാലമായി ഇത് തുടരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ എല്ലായ്പ്പോഴും സ്കൂളുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ സുംബയോ ഡാൻസോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. കാരണം വീടുകളിലേക്കാൾ കൂടുതൽ കുട്ടികൾ ചെലവഴിക്കുന്ന അവരുടെ സ്ഥലം എന്ന് പറയുന്ന വിദ്യാലയമാണ്. ജീവിതത്തിന്റെ ഒരു 10-20 വർഷത്തോളം സ്കൂളുകളിലാണ് നമ്മൾ എല്ലാവരും ചെലവഴിക്കുക. ഏറ്റവും നല്ല ഓർമ്മകൾ, ഏറ്റവും നല്ല കാര്യങ്ങൾ, ഏറ്റവും യൗവനമായിട്ടുള്ള ആരോഗ്യപരമായ കാലഘട്ടങ്ങൾ. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ആ സ്കൂളുകൾ കൂടെ ഓർക്കണമെങ്കിൽ കൂട്ടുകാരെ കൊണ്ട് മാത്രമല്ല സ്കൂളുകൾ ഓർക്കേണ്ടത്, നമ്മുടെ പഠനം കൊണ്ടും നമ്മൾ അന്ന് നേടിയ അറിവുകളെ കൊണ്ടും. അത് പക്ഷെ സന്തോഷകരമായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രയോജനമുള്ളതുമായിരിക്കണം. എന്തായാലും സംസ്ഥാന സർക്കാരിന്, ഏത് സർക്കാർ വന്നാലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതിന് സുംബ സഹായിക്കുമെങ്കിൽ, കരാട്ടെ സഹായിക്കുമെങ്കിൽ, ഡാൻസിന്റെ വേറെ പല രൂപങ്ങളും സഹായിക്കുമെങ്കിൽ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക. ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? തീർച്ചയായിട്ടും പേടിയില്ലാതെ ഇത് സർക്കാരിന് നടത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.